ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ബോറൊക്കെ അടിച്ചിരിക്കുമായിരിക്കും. നമുക്ക് ഒരു ഈവനിങ് റൈഡ് പോയാലോ? നമ്മുടെ അമ്പലപ്പുഴയിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. കേതനെ ഓൾറെഡി ഞാൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ കേതനെ പോകാറായപ്പോഴത്തേക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കേതനെ ഈ ഒരു ടീഷർട്ട് ഇടിക്കാൻ വെള്ളം കുടിക്കുന്ന എൻ്റെ ബ്രദറിനെ അല്ലെങ്കിൽ കേതൻ്റെ മാമനായിട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേതന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കുറേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ വന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. കേതൻ തെളിയിച്ചു തന്നു കേട്ടോ. കേതൻ ഈ ഒരു ഒറ്റ ഡ്രസ്സ് മതി. അങ്ങനെ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് കിട്ടിയപ്പോൾ കേതന് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. എപ്പോഴൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നാലും ജസ്റ്റ് ഒന്ന് റൈഡിന് പോകണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കേതനെയും കൊണ്ട് ഒന്ന് പോയി കാണിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ എല്ലാ പ്രാവശ്യം വരുമ്പം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്കത് നടക്കാറില്ല. അങ്ങനത്തെ ഇപ്രാവശ്യം അമ്മയ്ക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു റൈഡാണ് കേട്ടോ ഇത്. എന്നാൽ ഇത്രയും ദിവസം കത്തി ജ്വലിച്ചുകൊണ്ട് നിന്നിരുന്ന സൂര്യൻ്റെ പൊടി പോലുള്ള നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇത്തവണ ഞങ്ങൾ എന്തായാലും പിന്മാറാൻ ഒരു ഉദ്ദേശമില്ല. പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കയറി നിൽക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മരത്തിനടി വണ്ടി നിർത്തി ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. മഴ കുറയാൻ യാതൊരുവിധ ഉദ്ദേശവുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങളുടെ റൈഡ് ഞങ്ങളിതാ പിന്നെയും തുടങ്ങി. കേതിനെ തൊപ്പിയുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയും മഴ കൂടാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ വണ്ടി പിന്നെയും ഞങ്ങൾ ഓതി. ഈ കിട്ടിയ തക്കത്തിൽ കേതിൻ്റെ മാമൻ കേതിനെ പാട്ട് പാടാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഞങ്ങളിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ വെല്ലുവിളിച്ച് നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കില്ല നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മളീ പോകുന്നത് കഞ്ഞിപ്പാടം പാലം കാണാനാണ് കേട്ടോ. കേതിനെ കൊണ്ട് എപ്പോഴും വരുമ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കഞ്ഞിപ്പാടം പാലം. കേതിന് എന്താണെങ്കിലും ഈ ഒരു സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് എന്താണെങ്കിലും ഉറപ്പാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മളൊക്കെ പോകാത്തതും അല്ലെങ്കിൽ നമ്മളൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഏത് സ്ഥലത്തേക്കാണെങ്കിലും എത്ര ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും എത്ര പൈസ മുടക്കിയാണെങ്കിലും നമ്മൾ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നും കാണില്ലല്ലേ. ഞാൻ നാട്ടിൽ എപ്പോൾ വന്നാലും എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇവിടെ ബാംഗ്ലൂർ വന്ന് എല്ലാവരെയും കാണിക്കുമ്പോൾ അവർക്ക് ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. ശരിക്കും അപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഒരുപാട് കാലങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത്. എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ എൻ്റെ ചിറ്റയുടെ വീട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു വഴിയിലൂടെ ആയിരുന്നു. ആ ഒരു ടൈമിൽ ശരിക്കും ഡിഗ്രി ടൈമൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചൊരു സമയമാണ്. ഭയങ്കര പ്രൗഡായിട്ട് നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നൊരു സമയമാണ്. ആ ഒരു ടൈമിൽ ഇവിടെ ജങ്കാറാണ്, അന്നൊന്നും പാലം വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ഇതുവഴിയൊക്കെ ആയിരുന്നു കേട്ടോ വണ്ടിയൊക്കെ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. ഇതാണ് ആ ഒരു സ്ഥലം, നമ്മുടെ കഞ്ഞിപ്പാടം പാലം. ഈ ഒരു സ്ഥലത്ത് ഇപ്പം മഴ പെയ്തത് എന്താണേലും നന്നായി കേട്ടോ. മഴ പെയ്തുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെ ഭംഗി ഒന്ന് കൂടിയോ എന്നൊരു സംശയം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു പാലത്തിൻ്റെ മേളിൽ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. കേതെന്താ ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കേതിൻ്റെ മാമൻ എടുത്ത് നിർത്തി ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് തീർന്നു. നമ്മളിതാ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.